ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യം. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നു. അങ്ങയുടെ ദിവ്യമായ ആലോചന ഞങ്ങൾക്ക് പകരണം. കർത്താവ്, പ്രാർത്ഥന കേട്ടോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്, അതിന് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. കഴിഞ്ഞ ആഴ്ച ആ ഭാഗം ഞാനത് അവിടെ വിട്ടു. ഇനി മറ്റൊരു സമയത്ത് നമുക്ക് അതിന്റെ തുടർച്ചയായി ചിന്തിക്കാം. കർത്താവ് നീ എവിടെയാണ് പാർക്കുന്നത്? കർത്താവ് പാർക്കുന്നിടം അന്വേഷിച്ചു പോയ ശിഷ്യന്മാരെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. എന്നാൽ ഈ ആഴ്ച അങ്ങനെ ഒരു വിഷയം എടുക്കാൻ ഞാൻ ആഗ്രഹിച്ചതല്ല. പക്ഷേ വചനധ്യാനത്തിങ്കിൽ ഇങ്ങനെ ഒരു വിഷയമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. കർത്താവിനോട് കൂടെ പാർക്കാൻ പോയ ശിഷ്യന്മാർ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ഈ ആഴ്ച കർത്താവ് നമ്മുടെ ഭവനത്തിൽ, ഓരോ വ്യക്തിയുടെയും ഭവനത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വിഷയത്തെ കുറിച്ചാണ്. കർത്താവ് നമ്മുടെ ഭവനത്തിൽ താമസിച്ചാൽ എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ആത്മജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കറിയാം, നീളത്തിൽ കുറഞ്ഞതായിരിക്കുന്ന മനുഷ്യൻ സക്കായി നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം ധാരാളം പാട്ടുകൾ സക്കായുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആക്ഷൻ സോങ് ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് ഞാൻ അതിന്റെ ആദ്യ ഭാഗത്തേക്ക് പോകുന്നില്ല. വിഷയം കർത്താവ് പാർക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തെ കുറിച്ചാണ്. ആ കാട്ടത്തി മരത്തിൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു. ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി. എന്നിട്ട് സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവരോട് പറഞ്ഞു. ഇവിടെ കർത്താവ് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു അപേക്ഷയാണോ കർത്താവ് ഇവിടെ പറയുന്നത്? ആണോ? ഒരപേക്ഷ കർത്താവ് ഇവിടെ പറയുന്നുണ്ടോ? കർത്താവ് അവനോട് ആജ്ഞാപിക്കുകയാണ്. എന്താ? നീ വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് അവനോട് പറഞ്ഞു, വേഗം ഇറങ്ങി വരിക. എന്നാൽ പത്രോസിന്, നമ്മൾ ആ ഭാഗത്തെ കുറിച്ച് പിന്നീട് ചിന്തിക്കും, പത്രോസിന്റെ പടകിന്റെ അടുത്ത് കർത്താവ് ചെന്നിട്ട് പറഞ്ഞു, പുരുഷാരത്തോട് സംസാരിക്കാൻ പടക് അല്പം ഒന്ന് നീക്കാൻ അപേക്ഷിച്ചു. നമ്മൾ ആ ഭാഗത്തെ കുറിച്ച് സമയമുണ്ടെങ്കിൽ ഇന്ന് ചിന്തിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് ചിലതെല്ലാം ആജ്ഞാപിക്കുന്നുണ്ട്. ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിക്കൽ വന്ന് മുട്ടുന്നു. ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി വന്ന് അധികാരം സ്ഥാപിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മൾ തുറന്നു കൊടുത്താൽ കർത്താവ് അകത്ത് വരും. നമ്മുടെ അകത്ത് കർത്താവ് വന്നാൽ പിന്നെ കർത്താവ് നമ്മളോട് ചിലതെല്ലാം കൽപ്പിക്കാൻ തുടങ്ങും. ഇന്ന് പകൽക്കാല കരങ്ങൾ അടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ അകത്ത്, നിന്റെ ഭവനത്തിന്റെ അകത്ത് നിന്റെ കർത്താവ് വന്നിട്ടുണ്ട്. അവനൊരു യാചകനാകിട്ടല്ല നിന്റെ കർത്താവ് നിന്റെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. നിന്റെ ഭവനത്തിൽ വന്നിരിക്കുന്നത് രാജാതി രാജാവും കർത്താതി കർത്താവുമായിട്ടാണ്. ചില കാര്യങ്ങൾ നിന്നോട് കൽപ്പിക്കാനാണ്, ചില കാര്യങ്ങൾ നിന്നോട് സംസാരിക്കാനാണ്, ചില കാര്യങ്ങൾ നിന്നോട് നീയുമായി ചേർന്ന് പ്ലാൻ ചെയ്യാനാണ്. കരങ്ങളടിച്ച് നിർത്താൻ ചെയ്താട്ടെ. കർത്താവ് അവന്റെ ഉത്സാഹത്തെ കണ്ടു, അവന്റെ ആഗ്രഹത്തെ കണ്ടു. ഒരുപാട് പേരവിടെ ഉണ്ട്. സക്കായിയേക്കാൾ നീളം കുറഞ്ഞവർ ഒരു പക്ഷേ അതിനകത്ത് കണ്ടേക്കാം.
ആ കൂട്ടത്തിൽ. പക്ഷെ അവരാരും കർത്താവിനെ ഒന്ന് കാണാൻ വേണ്ടി കാട്ടത്തിയുടെ മുകളിൽ ബന്ധപ്പെട്ട് കയറിയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് അവന്റെ മനസ്സ് കണ്ടു. യേശു കർത്താവ് അവന്റെ ത്യാഗത്തെ കണ്ടു. ഇന്ന് പോയിക്കാൾ ഞാൻ പറയട്ടെ, നിന്റെ മനസ്സ് കാണുന്ന ഒരു കർത്താവാണ്. കട്ടത്തിയുടെ മുകളിലേക്ക് കയറുമ്പോൾ മാത്രമല്ല നമ്മുടെ കർത്താവ് അവനെ കണ്ടത്. ഹല്ലേലൂയ. അവന്റെ മനസ്സിനകത്ത് ദീർഘനാളായിട്ട് യേശുവിനെ കുറിച്ച് കേട്ടിട്ട് യേശു കർത്താവിനെ കാണണമെന്ന് യേശു കർത്താവിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്ന സമയത്ത് തന്നെ അവന്റെ മനസ്സിലുള്ള അവന്റെ ചിന്ത കർത്താവ് കണ്ടു. ദൈവത്തിന്റെ വൈദ്യലേ, ഇന്ന് നിന്റെ ചിന്ത കാണുന്ന ഒരു കർത്താവ് നിനക്കുണ്ട്. നിന്റെ മനസ്സ് കാണുന്ന കർത്താവുണ്ട്. നിന്റെ വേദന കാണുന്ന കർത്താവ് നിനക്കുണ്ട്. നിന്റെ പരിമിതികളെ കാണുന്ന ഒരു കർത്താവുണ്ട്. നീളം കൊടുത്തെന്ന് വിചാരിച്ചത് കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കരുത് കേട്ടോ. കാരണം നിന്റെ നീളത്തിനപ്പുറത്ത് ചിലത് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ സാമ്പത്തികമില്ലാത്തതിന്റെ പേരില് നീ മാറി നിൽക്കരുത്. എനിക്ക് പൈസ ഒന്നുമില്ല കേട്ടോ, മാറി നിൽക്കരുത്. സാമ്പത്തികമില്ലാത്തതിന്റെ പേരില് നീ മാറി നിൽക്കരുത്. എന്ന് പോയിക്കാൾ ഞാൻ പറയട്ടെ, നിന്റെ പരിമിതികളെ മാറ്റുന്ന ഒരു ദൈവം നിനക്കുണ്ട്. നിന്റെ വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരില് നീ മാറി നിൽക്കരുത്. ഞാൻ ഒന്നുമില്ല, ഞാൻ എല്ലാവരേക്കാളും താഴെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. അങ്ങനെ മാറി നിന്ന ഒരു വ്യക്തിയുണ്ട്. അവന്റെ പേരാണ് ഗിദെയോൻ. ബെന്യാമീൻ ഗോത്രത്തില് ഏറ്റവും ചെറിയവനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ചെറിയൊരു ഗോത്രത്തിനകത്ത് ഒരു ഭീരുവിനെ പോലെ അവൻ ലഭിച്ചിരിക്കുന്ന ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് കണ്ടു. പക്ഷെ അവൻ കർത്താവിനോട് ചോദിക്കുന്ന കാര്യം, ഞാൻ എന്തുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. നീ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഗിദെയോനേ കർത്താവ് നിന്നെ വിളിച്ചത്. നീ എന്താണെന്ന് അറിഞ്ഞിട്ടാണ് പ്രിയ കുഞ്ഞേ നിന്റെ ദൈവം നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ. നമ്മൾ പറയുന്നുണ്ട് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പ്രവർത്തിക്കുമായിരുന്നു. അങ്ങനെ കൊള്ള സാഹചര്യത്തിനകത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ദൈവം നിനക്ക് വെച്ചിരിക്കുക. നീ ആ പരിമിതിക്കകത്ത് കിടന്ന് കറങ്ങുക, നീ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങുക. ഉപജീവന ചിന്ത കൊണ്ടും മനസ്സിന്റെ വിഷമങ്ങൾ കൊണ്ടും ഭാരം കൊണ്ടും നാളത്തെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത കൊണ്ടും നീ ആകുല ചിന്തനായിട്ട് ഒരു ഉപജീവന ചിന്തക്കകത്തുള്ളൊരു കുരുക്കിനകത്ത് പിശാചിനെ ആക്കി വെച്ചിട്ട് നീ വട്ടം കറങ്ങുന്ന ഒരു അനുഭവത്തിലൂടെ പോകുമ്പോൾ ഇന്ന് പകൽക്കാലം കർത്താവ് നിന്നോട് പറയുന്ന നീ ആയിരിക്കുന്ന സാഹചര്യത്തില് ദൈവത്തിൽ നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹമുണ്ട്. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന യോസഫിനെ ദൈവം ഉപയോഗിക്കുന്നു പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? പ്രിയമുള്ള കുഞ്ഞെ, ആരും വിശ്വസിക്കത്തില്ല. അടിമയായി വിൽക്കപ്പെട്ട യോസഫിനെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കാരാഗൃഹത്തിൽ കിടക്കുന്ന യോസഫിനെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? തലേ ദിവസം കൊല്ലാൻ പോകുന്നതിന് തലേ ദിവസം കാരാഗൃഹത്തിലടക്കി യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നത് പോലെ പത്രോസിനെ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുവാൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസം രാത്രി മരണത്തിന്റെ തണുത്ത കരങ്ങൾക്കകത്ത് പത്രോസിനെ പിടിമുറുക്കി അവൻ വെട്ടിക്കൊല്ലാൻ പിശാച് പദ്ധതി ഇട്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് പത്രോസിനെ ദൈവം ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? വേലക്കാരി പെണ്ണടക്കമുള്ള ആളുകളുടെ മുമ്പിൽ വെച്ച് കർത്താവിനെ അറിയില്ല. പ്രാഗി അലച്ച പത്രോസിനെ നിർത്തി 3000-ൽ പരം ആളുകൾ പത്രോസിന്റെ പ്രസംഗം കൊണ്ട് മാനസാന്തരപ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇന്ന് വൽക്കാലം പറഞ്ഞാട്ടെ, മനുഷ്യൻ
നിന്നെ കുറിച്ച് വിധി എഴുതുന്നതിനപ്പുറത്ത് ദൈവത്തിന് നിന്നെ കുറിച്ച് ചിലത് ചെയ്യാനുണ്ട്. ഇന്ന് പോൽക്കാലം നീ ദൂത് ഏറ്റെടുത്താൽ നിന്റെ ജീവിതത്തിനകത്തൊരു അനുഗ്രഹമാണ്. ഈ ദൂത് നീ ഏറ്റെടുത്താൽ ദൈവത്തിന് അനുഗ്രഹം. പ്രായം ദൈവത്തിന് വിഷയമല്ല, പ്രായം ദൈവത്തിന് വിഷയമല്ല. നീ പ്രായമാകുമ്പോൾ പ്രായത്തിനനുസരിച്ചുള്ള ചില ക്രമീകരണങ്ങളെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് തരിക. നിന്റെ ഭവനത്തിനകത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ടിനനുസരിച്ചുള്ള ചില കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കുക. ഏത് സാഹചര്യത്തിൽ പോയാൽ നമ്മൾ നോക്കണം, നാളത്തെ തലമുറ ഈ സഭയുടെ എന്നല്ല ദൈവസഭയുടെ നാളത്തെ ഭാവി വാഗ്ദാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നമ്മളെല്ലാവരും പ്രായമായി കഴിയുമ്പോൾ അടുത്ത ഇവിടുത്തെ ആദ്യ നേതൃത്വം നൽകേണ്ടത് ആരാ? ഇവിടുത്തെ കുഞ്ഞുങ്ങളാണ്. ഈ തലമുറയാണ്, അടുത്ത തലമുറയാണ്. ആ അടുത്ത തലമുറയെ പരിശീലിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ദൈവസഭയിലെ കൃപ ലഭിച്ച, കൃപ എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂള് പഠിപ്പിക്കാൻ കൃപ ലഭിച്ച ദൈവ മക്കൾക്കുള്ള ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കാതെ മാറിപ്പോയാൽ ദൈവം കണക്ക് ചോദിക്കുന്നത്, അവരുടെ രക്തത്തിന്റെ കണക്ക് ചോദിക്കുന്നത് ആരോടാ? കർത്താവ് രക്തത്തിന്റെ കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ആമേൻ. ദുഷ്ടൻ തന്റെ ദുഷ്ടത നിമിത്തം മരിച്ചാൽ നീ അവനോട് ദൈവത്തിന്റെ വചനം പറയുന്നില്ലെങ്കിൽ അവന്റെ മരണത്തിന്റെ കണക്ക് ഞാൻ നിന്നോട് ചോദിക്കും. ഇപ്പൊ നമ്മുടെ തലമുറ ഇവിടെ സൺഡേ സ്കൂള് പഠിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിനകത്ത് പോയാൽ ആ രക്തത്തിന്റെ ഫലത്തിന് കൃപ ലഭിച്ചവർ കണക്ക് കൊടുക്കേണ്ടി വരും. സൺഡേ സ്കൂള് പഠിപ്പിക്കാൻ കൃപ ലഭിച്ചവർ കണക്ക് കൊടുക്കേണ്ടി വരും. ആമേൻ. അപ്പൊ നാളത്തെ തലമുറ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം നമ്മുടെയാണെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കുകയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളാ, എന്റെ കൊച്ച, ആമേൻ, അവന്റെ കൊച്ച, നമ്മളിതിന് വെച്ചോണ്ടിരിക്കുക. പക്ഷെ ദൈവത്തിന്റെ കൊച്ച. എന്തിനാ മക്കളെ ദൈവം നമുക്ക് തന്നത്? അവരെ പഠിപ്പിച്ച് ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവരായി ഉപദേശ സത്യങ്ങളിലൂടെ അവരെ നടത്തി അവരെ ഈ ലോകത്തിലെ പാപമാലിന്യങ്ങളിൽ പെട്ടുപോകാതെ, സഭയ്ക്കകത്ത് പോരായ്മകളൊക്കെ വരും, പലരും കൂടുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും സഭയിൽ. ഞാൻ പറയുന്നത്, ഞാൻ ഒത്തിരി അഭിപ്രായം പറയുന്ന ആളാണ്. ഏത് കമ്മിറ്റി ഉണ്ടെങ്കിലും ഏത് ജനബോഡി ഉണ്ടെങ്കിലും ഞാൻ എന്റേതായ അഭിപ്രായം ഞാനത് പറഞ്ഞിരിക്കും. ആ അഭിപ്രായങ്ങളിൽ ചിലതൊക്കെ കൈയടിച്ച് ചിലപ്പോൾ പാസ്സാക്കും. നല്ലൊരു അഭിപ്രായമാണെന്ന് പറഞ്ഞ് കൈയടിച്ച് ആ കമ്മിറ്റി പാസ്സാക്കാറുണ്ട്. ആ അഭിപ്രായം നിഷ്കരണം തള്ളിക്കളഞ്ഞിട്ടുള്ളതുകൊണ്ട്. കാരണം എന്റെ അഭിപ്രായത്തെ പ്രതി സഭ അതിനകത്ത് ഭിന്നത ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായം എവിടെയായാലും പറയാം. അപ്പൊ ഞാൻ പറയുന്നതായിരിക്കുന്ന അഭിപ്രായം ആളുകൾ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം. അത് ആമേൻ. പക്ഷേ എന്റെ അഭിപ്രായം സ്വീകരിച്ചില്ലെന്ന് വിചാരിച്ച് ഞാൻ പ്രതിഷേധം അറിയിക്കേണ്ടതായ ആവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം ഞാൻ പറയുന്ന എല്ലാവരും എല്ലാം അംഗീകരിക്കാൻ ആർക്കും പറ്റില്ല. ആമേൻ. എനിക്ക് ശരിയായിരിക്കാം, പക്ഷെ കാര്യങ്ങൾ ഉടൻ തന്നെ ഞാൻ പറയും ശരിയാണ് കേട്ടോ, ആമേൻ, ആ പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം എന്റെ അഭിപ്രായം അത് ശരിയല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മുടെ സഭകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നാളത്തെ ഭാവി ജീവിതങ്ങളാണ്. സഭയ്ക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, പലരും പല അഭിപ്രായങ്ങൾ പറയാം, പല രീതിയിൽ പറയാം. കുഞ്ഞുങ്ങളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തരുത്. സൺഡേ സ്കൂളിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തരുത്. ഉപവാസ പ്രാർത്ഥനയിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തരുത്. ഇവിടെ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ഞാൻ വിഷയം വിട്ടു പോവുകയല്ല. സന്ദർഭത്തോടനുബന്ധിച്ച് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചൊരു വിഷയം ഞാൻ ഇവിടെ പറയുകയാണ്. ഒരു സഭയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ സഭയിൽ ദൈവത്തിന്റെ ആലോചനകൾ ഞാൻ അറിയിച്ചില്ല എങ്കിൽ ഞാൻ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് മാത്രം പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടെ കൃത്യമായ കൂട്ടായ്മയിലും കോട്ടേജ് മീറ്റിങ്ങുകളിലും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നിർബന്ധം പിടിച്ചയച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ ജോലി സ്ഥലത്ത് പോയാൽ, അവനൊരു സഭയിൽ പോയാൽ, അവളൊരു സഭയിൽ പോയാൽ, അവൻ ഒഴിവ് കിട്ടുമ്പോൾ അവിടുത്തെ
കുടുംബ കൂട്ടായ്മ അന്വേഷിച്ച് ആ സഭയിൽ അവൻ പോകും, അല്ലെ അവള് പോകും. ആ സമയത്ത് കുടുംബ കൂട്ടായ്മ നടക്കുന്ന സമയത്ത് അവൻ വേറൊരു രാജ്യത്തായിക്കോട്ടെ, വേറൊരു സംസ്ഥാനത്തായിക്കോട്ടെ, നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ വേറൊരു സ്ഥലത്തായിക്കോട്ടെ, ആമേൻ, ആ സമയത്ത് അവൻ കൂട്ടുകാരനുമൊത്ത് ബാറിൽ കറങ്ങി നടക്കാനും, കൂട്ടുകാരനുമൊത്ത് പാർക്കിൽ കറങ്ങി നടക്കാനും, കൂട്ടുകാരനുമൊത്ത് അല്ലെങ്കിൽ ആമേൻ പെടാണെങ്കിൽ കൂട്ടുകാരിയുമൊത്ത് കറങ്ങി നടന്ന അലസരായി പോകത്തില്ല. ഈ സഭയിൽ നിന്ന് ലഭിച്ചതായ, അവന്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ചതായ, അവരുടെ കുടുംബത്തിൽ നിന്ന് ലഭിച്ചതായ അടിസ്ഥാനപരമായ ഉപദേശമുണ്ട്. കൂട്ടായ്മ വിട്ടിട്ട് നീ എവിടെയും പോകരുത്. നീ കളിക്കാൻ പോക്കോ കുഴപ്പമില്ല, പക്ഷെ കൂട്ടായ്മയ്ക്ക് വന്നിട്ട് പോയാൽ മതി. നീ ട്യൂഷന് പോക്കോ ഒരു കുഴപ്പമില്ല, കൂട്ടായ്മയ്ക്ക് വന്നിട്ട് പോയാൽ മതി. നീ എവിടെ പോയാലും കൂട്ടായ്മ വിട്ടിട്ട് ഒരു പരിപാടി വേണ്ട എന്ന് നിന്റെ കുഞ്ഞുങ്ങളെ നീ പഠിപ്പിച്ചാൽ നിന്റെ കുഞ്ഞ് ഈ ഭൂമിയുടെ അറ്റത്ത് എവിടെ പോയാലും ഹല്ലേലൂയ അവിടെ പോയിരിക്കും. ഹല്ലേലൂയ. ഇപ്പോൾ യേശു കർത്താവ് ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, എന്നിട്ട് സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നെന്ന് പറഞ്ഞു. ഞാൻ കർത്താവ് അവിടെ അനുവാദം ചോദിക്കുന്നില്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ. സക്കായിയെ എന്തോ പറയുന്നു, അങ്ങോട്ടൊന്ന് വരാൻ താല്പര്യമുണ്ട്. ആമേൻ ആമേൻ. അങ്ങനെയൊന്നും കർത്താവ് പറഞ്ഞില്ല. ആമേൻ. കർത്താവ് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ യേശുവിന് താമസിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് പോയത്. സക്കായിയുടെ വീട്ടിൽ യേശു കർത്താവ് അവിടെ പാർക്കാൻ പോയതുകൊണ്ട് കർത്താവിന് എന്ത് ഗുണമുള്ളത്? കർത്താവിന് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം കിട്ടുന്നുണ്ടോ? പക്ഷെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നാൽ നിന്റെ വീട്ടിനകത്ത് ചില മാറ്റങ്ങൾ വരും. യേശു കർത്താവ് നമ്മളെ കുറിച്ച് പറയുന്ന കാര്യം, ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ നിന്റെ വീട്ടിനകത്ത് കർത്താവാണെന്ന്, ഞാൻ കർത്താവാണെന്ന് നീ അംഗീകരിച്ച, നിന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നീ കർത്താവും ഞാൻ നിന്റെ ദാസനുമാകരുത്. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും കർത്താവിനോട് ആജ്ഞാപിക്കുകയാണ്, തരണം 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 തരണം, തന്നേ പറ്റൂ. നമ്മളെ ആജ്ഞാപിക്കുക, നിന്നോട് ഞാൻ നാളുകളായി പറയുന്നു കർത്താവേ, നിന്നോട് നാളുകളായി ഞാൻ പറയുന്നു യേശുവേ. കർത്താവ് പറയത്തില്ല, വർഷങ്ങളായി ഞാൻ പറയാൻ തുടങ്ങി, നിന്നോട് പറയാൻ തുടങ്ങി, പക്ഷെ ഇതുവരെ എനിക്കൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഈ ആഴ്ച എനിക്ക് അതിന് മറുപടി കിട്ടണം. അപ്പൊ ആരാ ദാസൻ? ആരായി? കർത്താവ് ദാസനും നമ്മളെ യജമാനനുമാണ്. കർത്താവ് അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ കർത്താവ് നമ്മുടെ കർത്താവാകണം. യേശു കർത്താവ് നമ്മുടെ കർത്താവാകണം. നമ്മൾ കർത്താവിന്റെ ദാസനായിരിക്കണം. ആ വീട്ടിലേക്ക് വരുമ്പോൾ ചില മാറ്റങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 5:3 വായിച്ചേ. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി, കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു. കർത്താവ് അവിടെ അവനോട് അപേക്ഷിക്കുക. ആമേൻ. മോനെ പത്രോസേ, എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ, നീ ആ പടം ഇച്ചിരി ഒന്ന് നീക്കാൻ പറ്റുമോ? എനിക്ക് അതിനകത്തൊന്ന് കയറി അല്പസമയം ഒന്ന് ദൈവം സംസാരിക്കണം. ഇവിടെ ചിന്നിയവരും ചെറിയവരും ഭാരപ്പെട്ടവരുമായ ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. അപേക്ഷിച്ചു. എന്നിട്ട് അങ്ങനെ അവൻ പടകിലിരുന്നു, പുരുഷാരത്തെ ഉപദേശിച്ചു. ആമേൻ. അപ്പൊ പത്രോസിന്റെ ഉള്ളിൽ ഒരു ചിന്താഗതി ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ വന്നത് മീൻ പിടിക്കാൻ വന്നതാ. ഇന്നിവിടെ കയറി വന്ന് കൈ പറയുന്നതായിരിക്കുന്ന ഗുരു ഈ റബി ഇന്നിവിടെ വന്നിട്ട് ഉപദേശം ജനത്തോട് പ്രസംഗിച്ചാൽ എന്റെ വീട്ടിനകത്ത് അടുപ്പ് പുകയില്ല.
എന്റെ വീട്ടിനകത്ത് പട്ടിണിയാകും. എന്റെ വീട്ടിനകത്ത് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഒരു നേരത്തെ അരി വാങ്ങിക്കാൻ പറ്റുകയില്ല. ഒരുപാട് നാളെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാനുണ്ട്. അതിന്റെ ഭാരത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. എന്റെ വീടിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുടങ്ങിക്കിടക്കുക. ഇന്ന് കർത്താവ്, ഈ യേശു, നമ്മളാണ് ചിന്തിക്കുക, ഇങ്ങനെ ഒരു മനുഷ്യൻ ഇന്ന് വഴിമുടക്കിയായിട്ട് പടകിൽ കയറി വന്നിരുന്നത് കൊണ്ട് ഇന്നത്തെ എല്ലാ പരിപാടിയും പോയി. നമ്മുടെ സഭയിൽ വെച്ച് മാസയോഗ നടക്കുകയാണ്. അപ്പൊ പറയുക കേട്ടോ, ബ്രദറെ, ചായ, ആന്റി, സഹോദരി, നമ്മുടെ മാസയോഗമാണ്, ഇന്ന് വരണം. ഇത് പറയാനാണ് വിളിച്ചതെങ്കിൽ ചിലപ്പോൾ ഫോൺ എടുക്കത്തില്ല, അത് മനസ്സിലാക്കിയേക്കും. അപ്പൊ അവസാനം നമ്മൾ ചിന്തിക്കുക, എന്തായാലും പാസ്റ്റർ നിർബന്ധമായിട്ട് പറഞ്ഞതല്ലേ മാസയോഗത്തിന് വരാൻ, നാം പോകാം, എടുക്കണ്ടായിരുന്നു ഫോൺ, ഇനി എങ്ങനെ ചെല്ലാന്ന് പറഞ്ഞിട്ട് ചെല്ലാതിരിക്കുന്നേ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഇന്നത്തെ ദിവസം പോയി. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം പോകത്തില്ല. കർത്താവ് പറഞ്ഞിട്ടാ നീ മാസയോഗത്തിന് പോയതെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടാ നീ കൂട്ടായ്മയ്ക്ക് വരുന്നതെങ്കിൽ, നിന്റെ ഭവനത്തിനകത്ത് എന്താവശ്യമെന്ന് അറിയാകുന്ന ഒരു കർത്താവുണ്ട്. പടകിലിരിക്കുന്ന സമയത്തും പത്രോസിന്റെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത വന്നതാണ്. അമ്മായിമ്മ പനി പിടിച്ച് കിടക്കുകയാ, അവൾക്ക് ഈ പൈസയിൽ നിന്ന് ലഭിച്ചിട്ട് വേണം, മീൻ വിറ്റിട്ട് വേണം. എന്റെ ചിന്ത കേട്ടോ, ഇന്നത്തെ സമകാലിക ചിന്തിക്കുക, ഇന്നത്തെ സാഹചര്യത്തിൽ ചിന്തിക്കുക. ഈ മീൻ വിറ്റിട്ട് വേണം അവൾക്ക് മരുന്ന് വാങ്ങാൻ. ഇന്ന് മരുന്ന് വാങ്ങി കൊടുക്കാമെന്ന് പറഞ്ഞതാ. പക്ഷെ ഇതുവരെ ഇത്രയും അധ്വാനിച്ചിട്ട് മീനൊന്നും കിട്ടുകയില്ല. എന്നാൽ ഇനി ഒന്നുകൂടെ അധ്വാനിച്ച് കളയാ, ഒന്നുകൂടെ കഷ്ടപ്പെട്ട് കളയാ. കാരണം മരുന്നില്ലാതെ വീട്ടിൽ ചെല്ലാൻ പറ്റുകയില്ല. ഭാര്യ സമ്മതിക്കത്തില്ല, അമ്മായിമ്മ സമ്മതിക്കത്തില്ല. പത്രോസിനെ ചിന്തിച്ചില്ല. എന്നാൽ എന്റെ ചിന്ത പറയാ, എന്റെ അമ്മയാണെങ്കിൽ അമ്മ അത്രയും പരാതി പറയത്തില്ല. പക്ഷെ അവളുടെ അമ്മയാ, അവളുടെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചോണ്ട് വീട്ടിൽ ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ അവള് പറയാൻ സാധ്യതയുണ്ട്, എന്റെ അമ്മ ആയതുകൊണ്ടല്ലേ നിങ്ങൾ മരുന്ന് വാങ്ങിക്കാതെ പോകുന്നത്, നിങ്ങളുടെ അമ്മയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോണ്ട് വരില്ലേ, എന്റെ ചിന്ത കേട്ടോ എന്നൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു ചിന്തയുമായിട്ടായിരിക്കാം പത്രോസ് അവിടെ ഇരിക്കുന്നത്. കർത്താവ് ഇവിടെ കയറി പടകിലിരുന്ന് ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രോസിന്റെ മനസ്സ് ഏതെല്ലാം ഇനത്തിലൂടെ പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ടോ സംസാരിച്ചു തീർന്നപ്പോൾ അതുവരെയും പത്രോസ് വളരെ ശാന്തമായി നിന്നു. കർത്താവ് നിന്നോട് സംസാരിക്കുന്ന വിഷയത്തിൽ നീ ശാന്തതയോടെ നിൽക്കണം. ദൈവം നിന്നോട് അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പസമയം നിൽക്കുക എന്ന് കർത്താവ് നിന്നോട് പറഞ്ഞാൽ നീ അല്പസമയം നിൽക്കണം. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. അരുളപ്പാട് നിന്നോട് സംസാരിക്കുന്ന സമയം വരെ ദൈവ ശബ്ദം കേൾക്കാൻ നീ തയ്യാറായിരിക്കണം. എന്നിട്ട് സംസാരിച്ചു തീർന്നതിന് ശേഷം ശിമോനോട് ആഴത്തിലേക്ക് മീൻ പിടിക്കേണ്ടതിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞു, അവിടെ അപേക്ഷിച്ചില്ല. കർത്താവിന് അവന്റെ പടകിനകത്ത് സ്വാതന്ത്ര്യം നൽകിയപ്പോൾ കർത്താവിനെ അവന്റെ പടകിന്റെയും കർത്താവായി അവൻ അംഗീകരിച്ചപ്പോൾ, നമ്മുടെ കർത്താവായിട്ട് നമ്മുടെ കർത്താവിനെ നമ്മൾ അംഗീകരിച്ചാൽ പോരാ, നമ്മുടെ വീടിന്റെ കർത്താവായിട്ട് നമ്മൾ അംഗീകരിക്കണം, നമ്മുടെ വാഹനത്തിന്റെ കർത്താവായിട്ട് നമ്മൾ അംഗീകരിക്കണം, നമ്മുടെ വസ്തുവിന്റെ കർത്താവായിട്ട് നമ്മൾ അംഗീകരിക്കണം, നമ്മുടെ മക്കളുടെ കർത്താവായിട്ട് നമ്മൾ അംഗീകരിക്കണം. എന്റെ കർത്താവായിട്ട് ഞാൻ അംഗീകരിച്ചാൽ പോരാ, എനിക്കുള്ളതിന്റെ സർവത്തിന്റെയും കർത്താവായിട്ട് എന്റെ കർത്താവിനെ ഞാൻ അംഗീകരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അത് അപേക്ഷിക്കുകയല്ല. ഇന്ന് പകലിരിക്കുന്ന ദൈവത്തിന്റെ വൈദ്യലേ, കർത്താവ് നിന്റെ ഹൃദയത്തോട് ഇടപെടുകയാണ്. കർത്താവ് നിന്റെ ഹൃദയത്തോട് ഇടപെടുകയാണ്. കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ്. മീനൊന്നും ലഭിച്ചില്ല, ചില നന്മ ലഭിച്ചില്ല, നീ നന്മ ലഭിച്ചില്ലെന്ന് പറഞ്ഞ് നീ ഭാരപ്പെട്ട് നിരാശയോടെ നീ ഇരിക്കാതെ കർത്താവിന്റെ ശബ്ദം കേട്ട് കുറെ കൂടെ ആഴത്തിലേക്ക് നിറഞ്ഞ് ആത്മീയതയുടെ ആഴത്തിലേക്ക് നിറഞ്ഞ് പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് നിറഞ്ഞ് ആരാധനയുടെ ആഴത്തിലേക്ക് നിറഞ്ഞ് ദൈവസ്തുതിയുടെ ആഴത്തിലേക്ക് നിറഞ്ഞ് നീയോ നിറങ്ങാൻ തയ്യാറായ നിന്റെ ഒഴിഞ്ഞ വലിയ നിറയ്ക്കാൻ നിന്റെ ദൈവം ശക്തനാണ്. നിന്റെ ഒഴിഞ്ഞ വീടിനെ നിറയ്ക്കാൻ
നിറയ്ക്കാൻ നിന്റെ ദൈവം ശക്തനാണ്. നിന്റെ ശൂന്യമായ ഭരണിയില് എണ്ണ നിറയ്ക്കാൻ നിന്റെ ദൈവം ശക്തനാണ്. നിന്റെ ശൂന്യമായ കലത്തിലെ മാവ് നിറയ്ക്കാൻ എന്റെ ദൈവം ശക്തനാണ്. നിന്റെ ഒഴിഞ്ഞ കൊട്ടയില് 5 അപ്പവും 2 മീനും അത് 12 കൊട്ടയായി ശേഷിപ്പിച്ച് അത് വർദ്ധിപ്പിക്കാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ എന്താ അങ്ങനെ ഇരിക്കുന്നത്? കഴിഞ്ഞ നാളുകളിൽ ചില നന്മകൾ ദൈവം നിനക്ക് തന്നില്ലെന്ന് വിചാരിച്ച് എന്തിനാ നിന്റെ മനസ്സിൽ ഭാരം? തക്ക സമയമാകുമ്പോൾ നിനക്ക് ദൈവം തരും. ദൈവം കടക്കാരനല്ല. നീ സേവിക്കുന്ന ഒരു പാസ്റ്റയല്ല, നീ സേവിക്കുന്ന ചാത്തമറ്റ സഭയല്ല, നീ സേവിക്കുന്ന സംഘപാസ്റ്റയല്ല, നീ സേവിക്കുന്നത് ഈ സംഘടനയല്ല, നീ സേവിക്കുന്നതിന്റെ കർത്താവിനെ. നിന്റെ കർത്താവിനെ നീ സേവിച്ചാൽ നിന്റെ കർത്താവ് നിനക്ക് പ്രതിഫലം തരാതിരിക്കുകയില്ല. ദൈവത്തെ ഒന്ന് മകത്തപ്പെടുത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട് നിന്നോട് പുഞ്ചിരിക്കത്തില്ലായിരിക്കാം. നിന്നോട് പുഞ്ചിരിച്ചില്ലെങ്കിൽ നീ ഒന്ന് പുഞ്ചിരിക്കാൻ തയ്യാറാകണം. മനസ്സോടെ നിനക്കൊന്ന് കൈ നിരത്തില്ലായിരിക്കാം. നീ മനസ്സോടെ പുഞ്ചിരിയോടെ കരമൊന്ന് കൊടുത്തു നോക്ക്. നിന്റെ മനസ്സ് നിഷ്കളങ്കമായിരിക്കണം. നീ നിന്നോട് ചിലപ്പോൾ പ്രൈസ്തലോട് പറയത്തില്ലായിരിക്കാം, പക്ഷെ നീ മനസ്സോടൊന്ന് പ്രൈസ്തലോട് പറ. നിന്റെ മനസ്സ് നിഷ്കളങ്കതയോട് നീ വെച്ചാൽ അതിന്റെ നന്മ നിനക്ക, അതിന്റെ അനുഗ്രഹം നിനക്ക, അതിന്റെ അനുഗ്രഹം നിനക്ക. ഞാൻ അനുഗ്രഹത്തിന്റെ തലമുറയ്ക്ക പുഞ്ചിരി മാറ്റുന്ന, നിന്റെ മുഖത്തിന് പുഞ്ചിരി മാറ്റുന്ന ചില വാക്കുകൾ നീ കേട്ടെന്ന് വരാം. പക്ഷെ നീ അതെല്ലാം അതിന് നിന്റെ അകത്ത് കയ്പ് വെച്ചോണ്ടിരിക്കാതെ നീ ദൈവത്തോട് ആ കാര്യം സംസാരിച്ച് നിന്റെ ഭാരം ദൈവസ്ഥലത്തിൽ ഇറക്കി വെച്ചിട്ട് നീ ഒന്ന് പുഞ്ചിരിക്കാൻ നോക്ക്. നിഷ്കളങ്കമായി പുഞ്ചിരിപ്പിക്കാൻ നോക്ക്. നിന്നെ കാണുമ്പോ നിന്റെ കർത്താവ് പറയട്ടെ, ഇതാ സാക്ഷാൽ ഇസ്രായേലിൽ നദിനെ കണ്ടതുപോലെ നീ സാക്ഷാൽ ഇസ്രായേലിനാണെന്ന് നിന്നെ കാണിച്ചുകൊണ്ട് ദൈവത്തിൽ കർത്താവ് നിന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞാൽ നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ സേവിക്കുന്ന കർത്താവിനാ, നീ ഭൂമി ജീവിക്കുന്ന കർത്താവിനാ. നിന്നെ പോലെ എത്രയോ പേര് ജീവിച്ചു. കാര്യത്തിൽ എന്റേതാ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും എന്ന് പറയാൻ എന്റേതായിട്ട് എന്താ ഉള്ളത്? അങ്ങനെ പറഞ്ഞിട്ടുള്ള പലരും പ്രിയമുള്ളവരെ, ലോകചക്രം ഞാനിപ്പോൾ അനേക പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എന്റേതെന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യം. ഇന്ത്യ വരെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം എത്തി. പക്ഷെ എന്റേതെന്ന് പറയാൻ അവസാനം ഒന്നുമില്ലായിരുന്നു. ശവപ്പെട്ടിയുടെ 2 വശങ്ങളിൽ 2 തുളയിട്ടിട്ട് മലർത്തിപ്പിടിച്ച 2 കൈകളുമായിട്ട് അലക്സാണ്ടർ ചക്രവർത്തി പോയി. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു അരിസ്റ്റോട്ടിൽ. ഗ്രീക്ക് സാമ്രാജ്യം പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഗ്രീക്ക് പഠിപ്പിച്ചതായ ഗ്രീക്ക് ഇന്നത്തെ ഇംഗ്ലീഷ് പോലെ സാർവത്രിക ഗ്രീക്ക് ഭാഷ സാർവത്രികമാക്കാൻ അലക്സാണ്ടർ ചക്രവർത്തിയുടെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഭരണം കാരണമായി. അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു പ്രസംഗമുണ്ട്, ലോകത്തെ മാറ്റിമറിച്ച പ്രസംഗങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോകത്തെ മാറ്റിമറിച്ച പ്രസംഗങ്ങൾ. ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളെല്ലാം ആത്മീയ പുസ്തകങ്ങളല്ല, അങ്ങനെ വിചാരിക്കും. നോവലും കുറ്റാന്വേഷണ കഥയൊന്നും അല്ല കേട്ടോ വായിക്കുന്നത്. കൂടുതൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും വായിക്കാറുള്ളത്. അങ്ങനെ ലോകത്തെ മാറ്റിമറിച്ച ചരിത്ര പ്രസംഗങ്ങളിൽ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു പ്രസംഗം അതിനകത്തുണ്ട്. നിങ്ങൾ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ പടയാളികൾക്ക് അദ്ദേഹം കൊടുത്തൊരു കാര്യം, നിങ്ങൾ ഏത് രാജ്യത്തിൽ നിങ്ങൾ ചെല്ലുന്നുവോ ആ രാജ്യത്തിന്റെ വസ്തുവകകളും എല്ലാം നിങ്ങളുടേതാണ്. അതെല്ലാം നിങ്ങളുടേതാണ്. അവിടുത്തെ ഇന്ന നിക്ഷേപങ്ങൾ അവിടെ ഉണ്ട്, അതെല്ലാം നിങ്ങളുടേതാണ്. നിങ്ങൾ കൈവശപ്പെടുത്തുന്നതെല്ലാം നിങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ടാണ് അലക്സാണ്ടർ ചക്രവർത്തി തന്റെ സൈന്യത്തെ, അദ്ദേഹത്തിന്റെ പ്രസംഗം അങ്ങനെയാണ്. അത് ഇംഗ്ലീഷിലാണ് പ്രസംഗങ്ങളുള്ളത്. അത് അദ്ദേഹം അങ്ങനെ വിടുകയാണ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ വെച്ച് ഒരു നിസ്സാരമായ കൊതുക് കളിച്ച് 33-ാമത്തെ വയസ്സിൽ നമ്മുടെ കർത്താവ് അലക്സാണ്ടർ ചക്രവർത്തി ഏകദേശം ഒരു പ്രായമായിരുന്നു. 30-ാമത്തെ വയസ്സിൽ ഒരു കൊതുക് കടിച്ച് ജ്വരം പിടിച്ച് അദ്ദേഹം കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വൈദ്യന്മാരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു.
തളർത്തില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞു, സ്വാമി എന്റെ ആയുസ് അല്പം കൂടെ എനിക്കൊന്ന് നീട്ടിത്തരാൻ പറ്റുമോ? എനിക്ക് എന്റെ രാജ്യത്ത് പോയി മരിക്കണം. എന്റെ രാജ്യത്ത് പോയി എന്റെ ആയുസ്. അവര് പറഞ്ഞു, ഒരിക്കലും നടക്കുകയില്ല, ഞങ്ങൾക്ക് ആയുസ് നീട്ടിത്തരാൻ പറ്റുകയില്ല. ലോകം മുഴുവനും നേടിയ അലക്സാണ്ടർ ചക്രവർത്തി, രണ്ട് കൈകളും ശവപ്പെട്ടിയുടെ പുറത്തേക്കിട്ട്, ഞാൻ ലോകത്തിൽ നഗ്നനായിട്ട് വന്നു, നഗ്നനായി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ കൈയടക്കി വെച്ചതായ മനുഷ്യൻ ഇങ്ങനെ പോകുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ എന്താ നേടുന്നത്? ഒന്നുമില്ലെന്നുള്ള പരമാർത്ഥം ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ജീവിച്ചാൽ കർത്താവിന് വേണ്ടി, അലക്സാണ്ടർ ചക്രവർത്തിക്ക് വേണ്ടി ജീവിച്ചതായിരിക്കുന്ന സൈന്യം, അദ്ദേഹം സ്ഥാപിച്ചതായ സാമ്രാജ്യം, വേദപുസ്തകത്തിൽ കാണുന്നത് പോലെ, ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്നത് പോലെ 4 സാമ്രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. അലക്സാണ്ടറിന്റെ സാമ്രാജ്യം അലക്സാണ്ടറിന്റെ മരണത്തോടുകൂടെ 4 സാമ്രാജ്യങ്ങളായി മാറ്റപ്പെട്ടു. ദൈവത്തിന്റെ വഴിയിലെ അലക്സാണ്ടറിന് വേണ്ടി ജീവിച്ചതായ സൈന്യാധിപന്മാർ എന്ത് നേടി? അവൻ രാജ്യം നേടി. പക്ഷെ അവർ കൊണ്ടുപോയോ? കൊണ്ടുപോയില്ല. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, നീ കർത്താവിന് വേണ്ടി നീ ജീവിക്കുക, നീ ദൈവത്തിന് വേണ്ടി നിന്റെ ജീവിതത്തെ നീ സമർപ്പിക്കുക. നീ ചെയ്യുന്നതെല്ലാം നിന്റെ കർത്താവിന് വേണ്ടി ചെയ്യ്. കർത്താവ് അവനോട് പറഞ്ഞു, നീ ആഴത്തിലേക്ക് വലയെറിയാൻ. ആമേൻ, ആമേൻ. അപ്പൊ അതായത് അപ്പോൾ ഈ പത്രോസിന്റെ ഉള്ളിൽ മീനൊക്കെ പിടിച്ചുമ്പോൾ ഭാരം കിടക്കുക. എത്ര സമ്പത്ത് കിട്ടിയാലും മനസ്സിന് സമാധാനം ഉണ്ടാകില്ല. വീട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. ഇഷ്ടംപോലെ പൈസ ഉണ്ട്, ഇട്ടുമൂടാനുള്ള പൈസ, ഇഷ്ടംപോലെ പൈസ, കോടിക്കണക്കിന് രൂപയുണ്ട്. പക്ഷെ സമാധാനമില്ല, സന്തോഷമില്ല. എപ്പോഴും വീട്ടിലെ കാര്യങ്ങളും പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമം. പണം കൊടുത്താൽ പ്രശ്നം മാറുമോ? പത്രോസിന്റെ ചിന്ത, വീട്ടിൽ ചെല്ലുമ്പോൾ മരുന്ന് വാങ്ങിയില്ല, യേശുവിനെ കൂട്ടി വീട്ടിൽ ചെന്നാലുള്ള സ്ഥിതി എന്തായിരിക്കും? മരുന്ന് കൊണ്ട് ചെല്ലുന്നതിന് ഭാര്യ യേശുവിനെ കൊണ്ട് എന്ന് പറഞ്ഞ ഭാര്യ സമ്മതി. മരുന്ന് എന്തെന്ന് ചോദിച്ചു, മരുന്നില്ല, യേശു ഉണ്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? ഇല്ല. ഭാരോ, വിഷമോ? അങ്ങനെ ഇന്നപ്പോഴാണ് വീട്ടിലോട്ട് കയറിയപ്പോ എന്റെ ചിന്തയാണ്, ഞാൻ വേദപുസ്തകത്തിലില്ല, പക്ഷേ വാക്യം ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിഷമിച്ചു പോകും. ഞാൻ വാക്യമൊന്നുമില്ല. വീടിനകത്തോട്ട് കയറിയപ്പോ ആമേൻ, എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. വന്ന ആളെ കാണാൻ പകത്ത് കിടന്നുകൊണ്ട് ഒരു വിറയ്ക്കുന്ന ശബ്ദം. പത്രോസിന്റെ ഭാര്യയോട്, മോളോട്, ആരാടി അവിടെ വന്നത്? എഴുന്നേക്കാൻ വയ്യ. അങ്ങനെയല്ലേ കാണുന്നേ? കൈ പിടിച്ച് എഴുന്നേക്കാൻ വയ്യ. എഴുന്നേക്കാൻ ആവതുണ്ടെങ്കിൽ യേശുവിനെ കാണാൻ വേണ്ടി വലിയ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലേക്ക് ഒരാള് വരികയാണ്, കൂടെ കുറച്ച് പേരുണ്ട്, കുറെ പുരുഷാരം ഉണ്ടെന്ന് വെച്ചോ. വരുമ്പം നമ്മൾ കട്ടിലെ കിടക്കുവോ? കിടക്കത്തില്ല, നമ്മൾ എഴുന്നേറ്റ് ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോ കർത്താവ് ഇത് കേട്ട് കാണും. കർത്താവ് അങ്ങോട്ട് ചെന്നിട്ട്, പത്രോസേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എനിക്കൊരു അനുവാദം തരണം കേട്ടോ. ഞാൻ ഇപ്പോ നിന്റെ അമ്മായിമ്മയുടെ കൈക്ക് അത് പിടിച്ചു എഴുന്നേൽപ്പിച്ചോട്ടെ, നീ എന്തോ പറയുന്നു, നിന്റെ അനുവാദം കിട്ടിയാൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, പറഞ്ഞില്ല, ചെന്ന് കൈക്ക് പിടിച്ചു എഴുന്നേൽപ്പിച്ചു. പട്ടക്ക് കൊടുത്ത പത്രോസ് യേശു കർത്താവിന് വീടും കൂടെ നൽകി. കരങ്ങളിൽ അടിച്ചെന്ന് സ്തോത്രം ചെയ്താട്ടെ. പത്രോസിന്റെ അനുഭവങ്ങൾ മാറി. പത്രോസിന്റെ അനുഭവങ്ങൾ മാത്രമല്ല മാറിയത്, പത്രോസിന്റെ അമ്മായിയമ്മയുടെ അനുഭവങ്ങൾ മാറി. പത്രോസിന്റെ വീട്ടിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചു. എന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യേശു കർത്താവിന് നിന്റെ വീട്ടിനകത്ത് നീ ഒരു അധികാരം കൊടുത്താൽ, യേശു കർത്താവ് യായിറോസിന്റെ ഭവനത്തിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ കൊള്ള പോകുന്ന ഒരുപാട് പേരുണ്ട്. യേശു കർത്താവിനെ വിളിച്ചിട്ടാണ് ചെന്നത്. യേശു കർത്താവ് അവിടെ ചെന്നു. ചെന്നിട്ട് കർത്താവ് നോക്കിയപ്പോൾ ഉണ്ട് നാദസ്വര കച്ചേരിക്കാരും ഓർഗൻ വായിക്കുന്നവരും
ആമേൻ, കീബോർഡ് വായിക്കുന്നവരും ഡ്രം അടിക്കുന്നവരും പിന്നെ എന്തൊക്കെയുണ്ടോ അതെല്ലാം കുറെ ആളുകൾ അവിടെ ഇരിപ്പുണ്ട്. കാരണം അവിടെ ആമേൻ കൂലി കൊടുത്തിട്ട് അവരെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ആമേൻ, കുഴലുത്തുകാർ അന്ന് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴലായിരുന്നു. അപ്പോൾ കുഴലൂത്തുകാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ആമേൻ, യേശു അങ്ങോട്ട് ചെന്നിട്ട് ആദ്യം ചെന്നത് ദയവായിട്ട് സഹോദരങ്ങളെ ദയവായിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കണം കേട്ടോ, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. അങ്ങനെയാണോ പറഞ്ഞേ? കർത്താവ് എന്താ ചെയ്തേ? പറഞ്ഞ എന്താ ചെയ്തേ? അവരെല്ലാം പുറത്താക്കി. ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ഇപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ ക്ഷണിച്ചു. അപ്പൊ അങ്ങനെ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നെന്ന് വെച്ചോ, അവിടെ വന്നിരിക്കുമ്പോൾ അവിടെ കുറെ ആളുകളുണ്ട്, ഞാൻ പുറത്താക്കാൻ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളെല്ലാവരും പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? എന്താ എനിക്ക് ആ വീടിന്റെ അധികാരം, എനിക്ക് ആ വീടിന്റെ അധികാരം തന്നിട്ടില്ല. പാസ്റ്ററെ വിളിച്ചു, പാസ്റ്റർ വന്നിരിക്കണം, പ്രാർത്ഥിക്കണം, പാസ്റ്റർ പൊക്കോണം. എനിക്ക് അധികാരം വേണ്ട കേട്ടോ. ആമേൻ. അപ്പൊ പ്രാർത്ഥിക്കണം, പൊക്കോണം. അതിനേക്കാൾ അപ്പുറത്തുള്ള അധികാരമൊന്നും ഇല്ല. പക്ഷെ യേശു കർത്താവ് അങ്ങനെയല്ല. ആ വീട്ടിനകത്തേക്ക് ചെന്നപ്പോൾ വിലാപത്തിന് കാശ് കൊടുത്ത് കരയുന്ന ആൾക്കാരെ കുറച്ചുപേരെ ട്രൂപ്പുകാരെല്ലാം വിളിച്ചവിടെ ഇരുത്തിയിട്ടുണ്ട്. ആമേൻ. അവരെ എന്ത് ചെയ്തിരിക്കുക? പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരും പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പുറത്താക്കാനുള്ള ഒരു അധികാരം ആമേൻ കർത്താവിന് നൽകി. കാര്യങ്ങളൊന്ന് അടിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിനെയല്ല അടിച്ച് പുറത്താക്കാനുള്ള ഒരു അധികാരം. എന്റെ യേശു കർത്താവ് ആരെ അടിച്ചിട്ടില്ല. എന്റെ യേശു കർത്താവ് അടി കൊണ്ടിട്ടേ ഉള്ളൂ. ആമേൻ. ദൈവാലയത്തിനകത്ത് പൊൻപാണി വെക്കാരെയും കച്ചവടക്കാരെയൊക്കെ കർത്താവ് ചമ്മട്ടി ഉണ്ടാക്കിയെങ്കിലും ആരെ അടിച്ചില്ല. ചമ്മട്ടി ഉണ്ടാക്കിയിട്ട് കർത്താവിന്റെ അധികാരമാണ് അവിടെ കാണിച്ചത്. സ്വർഗീയമായ അധികാരം പ്രതീകാത്മകമായിട്ട് കാണിച്ചതാണ്. കർത്താവ് പറഞ്ഞ പുറത്തു പോകാൻ പറഞ്ഞപ്പോ അവരെല്ലാവരും പുറത്തേക്ക് ഓടിപ്പോയി. യേശു കർത്താവിന് നിന്റെ ഭവനത്തിനകത്ത് ഇഷ്ടമില്ലാത്തതിനെയെല്ലാം പുറത്താക്കാനുള്ള ഒരു അധികാരം കൊടുത്ത നിന്റെ ഭവനത്തിനകത്ത് ഒരു അത്ഭുതം നടക്കാൻ. നിന്റെ ജീവിതത്തിനകത്തുന്ന യേശു കർത്താവിന് ഇഷ്ടമില്ലാത്തതിനെയൊക്കെ പുറത്താക്കാനുള്ള ഒരു അധികാരം നീ കൊടുത്ത യേശു കർത്താവിന് ഇഷ്ടമില്ലാത്തതിനെയൊക്കെ നിന്റെ ജീവിതത്തിൽ നിന്ന് നിന്റെ കർത്താവ് പുറത്താക്കും. നമ്മൾ എന്ത് ചെയ്യണം? യേശു കർത്താവിന് അധികാരം കൊടുക്കണം. നമ്മുടെ മനസ്സിന് അധികാരം കൊടുക്കണം. നമ്മുടെ ജീവിതത്തിന് അധികാരം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ സഖായുടെ വീട്ടിലേക്ക് നമുക്ക് ഒത്തിരി യേശു കർത്താവ് ഭവനത്തിൽ വന്നവരുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി നമുക്ക് സംസാരിക്കാനുണ്ട്. എന്നാൽ അല്പം ചുരുങ്ങിയ സമയം കൊണ്ട് ബാക്കിയുടെ ഞാൻ സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ നോക്കുമ്പോൾ കർത്താവിനെ സക്കായി തൻ്റെ വീട്ടിൽ സ്വീകരിച്ചപ്പോൾ സക്കായിയുടെ ജീവിതത്തിനകത്ത് കുടുംബത്തിനകത്ത് വലിയ ഒരു മാറ്റമുണ്ട്. ഒന്നാമത്തതായ മാറ്റം ഒന്ന് പറയാമോ? സക്കായിയുടെ ജീവിതത്തിൽ വന്ന ഒന്നാമത്തെ ഒരു മാറ്റം. സക്കായി യേശു കർത്താവിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള വേറെ ചില കാരണമുണ്ട്. കാരണം സക്കായിയുടെ വീട്ടിൽ ആരും പോയില്ല. അമ്മേ, കർത്താവ് അവിടെ ചെല്ലാമെന്നല്ല പറഞ്ഞത്, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകും. കർത്താവ് പോയാൽ അന്ന് അവിടെ താമസിക്കാനാവും. ഈ താമസിക്കാൻ ചെല്ലുന്നത് ഞാൻ ഇന്നത്തെ ഭാഷയിൽ പറയാൻ കഴിയും. ഇന്നത്തെ സമകാലിക ചിന്തയിൽ പറയാം. അവരുടെ വീട്ടിൽ ഏറ്റവും നല്ല കട്ടില് കർത്താവിന് കൊടുക്കും. ഏറ്റവും നല്ല ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞേ ആരും പറയുന്നില്ല, കർത്താവിന് കൊടുക്കും. കാരണം ഒരു യഹൂദനും ഒരു പ്രമാണിയും ഒരു പരീശനും ഇതുവരെ സക്കായിയുടെ വീട്ടിൽ അവിടെ കാല് കുത്തിയിട്ടില്ല. അയലോകത്ത് പോലും വന്നിട്ടില്ല. കണ്ടാൽ കാർക്കിച്ച് തുപ്പിയിട്ട് പോകും. ഇവിടെ തന്നെ പറയുന്നുണ്ട്, കണ്ടവരെല്ലാം
അവൻ പാപിയായൊരു മനുഷ്യനോട് കൂടെ പാർക്കാൻ പോയെന്ന് പറഞ്ഞ് പൊറുപൊറുത്തു. കർത്താവിന് അതൊന്നും വിഷയമൊന്നുമല്ലത്. നമ്മൾ ഈ ചുറ്റുപാടിൽ പലരും നമ്മളെ ഓർത്ത് പൊറുപൊറുക്കുകയും നമ്മളെ കുറിച്ച് അതും ഇതൊക്കെ പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പറഞ്ഞ് നടക്കുന്നവർ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ 1000 കുളത്തിന്റെ വായ അടച്ചു വെക്കാം, പക്ഷെ ഒരു മനുഷ്യന്റെ വായ അടച്ചു വെക്കാൻ പറ്റുകയില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച പകൽ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞതാണ്, മനുഷ്യന്റെ വായ അടയ്ക്കാൻ പറ്റത്തില്ല. ആമേൻ. പക്ഷെ സിംഹത്തിന്റെ വായ കർത്താവ് അടച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാനിയേലിനെ കൊല്ലാൻ വേണ്ടി കടിച്ചു കയറാൻ വന്ന സിംഹങ്ങളുടെ വായ കർത്താവ് അടച്ചു. പക്ഷെ കർത്താവ് തന്നെ വാക്യം കൊടുക്കാൻ വന്ന ഒറ്റ മനുഷ്യന്റെ വായ കർത്താവ് അടച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ എന്താ കാര്യം അറിയാമോ? പരിഹസിക്കുന്നവരും പുറവെറുക്കുന്നവരും കുറ്റം പറയുന്നവരും പരാതി പറയുന്നവരും അവിടെ ഇരിക്കട്ടെ. അതൊന്നും കർത്താവിന് വിഷയമല്ല. കർത്താവിന്റെ ഹൃദയം നിഷ്കളങ്കമായിട്ടിരുന്നാൽ മതി. പരിശുദ്ധമായൊരു ഹൃദയം, നിഷ്കളങ്കമായൊരു ഹൃദയം കർത്താവിനുള്ളിടത്തോളം കാലം അതിന് ഘടകവിരുദ്ധമായി കർത്താവിനെ ആരോപിക്കുന്ന ഒരാരോപണങ്ങളും നമ്മുടെ കർത്താവിന് വിഷയമല്ല. അതല്ലേ പിലാത്തോസ് ചോദിച്ചത്, നീ ഇതെല്ലാം കേട്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? നീ എന്തെങ്കിലും ഒന്ന് വായ തുറന്ന് അല്ലെന്നൊന്ന് പറ. പക്ഷെ കർത്താവ് പറഞ്ഞില്ല. കാരണം എന്തറിയാമോ? കള്ളത്തരങ്ങൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം കർത്താവിനില്ല. നിന്നെ കുറിച്ച് പറയുന്നതായ കള്ള ആരോപണങ്ങൾക്ക് മറുപടി കൊണ്ട് പറയാൻ പോകരുത്. അത് നിന്നെ കൂടുതൽ പാപത്തിലേക്ക് നയിക്കും. അത് നിന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. നീ ചെന്ന് അകപ്പെടുന്നത് ഒരു വലിയ പൈശാചികമായ ഒരു തന്ത്രത്തിനകത്താണ്. അവസാനം നീ പോലീസ് കേസുമായിട്ട് തിരിച്ചു വരേണ്ടി വരും. ആമേൻ. കാരണം നിന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും കൊടുക്കാനൊരു സ്ഥലമുണ്ട്, പറയാനൊരു സ്ഥലമുണ്ട്, ഇറക്കി വെക്കാനൊരു സ്ഥലമുണ്ട്. പക്ഷെ നിന്റെ ഹൃദയം അവരോട് ക്ഷമിച്ചിരിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അവിടെ ചെന്നിട്ട് വിലയുള്ള കട്ടിലും ബെഡ്ഷീറ്റും ഏറ്റവും നല്ല റൂമും AC ഉള്ള റൂമും എല്ലാം ഇവിടുത്തെ ഗസ്റ്റിന്, ഇവിടെ ഗസ്റ്റൊന്നും ആരും വരാനില്ല. പിന്നെ സക്കായുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരെല്ലാം വരുവാണെങ്കിലുള്ള റൂമുകൾ, കാരണം അവിടെ മനുഷ്യനില്ലല്ലോ. കൊടുത്തു. കർത്താവ് ആ കട്ടിലിൽ കിടക്കില്ല. കർത്താവ് ആ ബെഡ്ഷീറ്റ് വാങ്ങില്ല. എന്താ വാങ്ങാത്ത? എന്താ വാങ്ങാത്ത? ആ കട്ടിലിൽ കർത്താവ് കിടക്കത്തില്ല. എൻ്റെ ചിന്ത, കർത്താവ് പറയും ഞാനിവിടെ നിലത്ത്, എൻ്റെ ചിന്തയാണ്, അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനിവിടെ വീട്ടിൽ പോലും കിടക്കത്തില്ല കേട്ടോ, ഞാൻ ഈ മുറ്റത്ത് കിടന്നോളാം. എന്താ പറയാൻ കാര്യം? അന്യായമായി ചതിവിൽപ്പെടുത്തി വാങ്ങിയ വീടും ചതിവിൽപ്പെടുത്തി വാങ്ങിയ ബെഡ്ഷീറ്റും ചതിവിൽപ്പെടുത്തി വാങ്ങിയതായ കട്ടിലിൽ കിടക്കാൻ എന്റെ കർത്താവ് ഒരുക്കമല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ സക്കായിയുടെ ജീവിതത്തിനകത്തൊരു മാറ്റമുണ്ടായി. സക്കായി പറഞ്ഞാൽ ആരോടെങ്കിലും അന്യായമായി പിടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ സക്കായി ഒന്നിന്റെ കർത്താവിനോട് നിൽക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ചെന്നില്ല, അങ്ങോട്ട് ചെല്ലുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. സക്കായി നിന്ന് കർത്താവിനോട്, കർത്താവിനെ കസേര കയറ്റി ഇരുത്തിച്ച് ഇപ്പോഴത്തോട്ട് ഇങ്ങനെ വിശാലമായിട്ട് കാല് കയറ്റി വെച്ച് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരുന്നിട്ട് കർത്താവിനോട് പറഞ്ഞില്ല, യേശുവേ ഞാനൊരു തീരുമാനം എടുക്കുക. ഞാൻ ആരോടെങ്കിലും വസ്തുവിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. പല ചടുവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം, വീട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ, യേശു കർത്താവ് വീട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് തന്നെ സക്കായിക്ക് മനസ്സാന്തരം വന്നു. കരങ്ങളൊന്ന് ഉയർത്തിയെന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാരണം ഇതുവരെ സക്കായിയുടെ ജീവിതത്തിനകത്ത് ഒരു സമാധാനമില്ലായിരുന്നു, സക്കായിയുടെ ജീവിതത്തിനകത്ത് സന്തോഷമില്ലായിരുന്നു. എല്ലാം ഉണ്ട്, കിട്ടാമേനുള്ള വസ്തുവിന്റെ പകുതി വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇതുവരെ യേശു കർത്താവിനെ കണ്ടുമുട്ടുന്നത് വരെ, യേശു കർത്താവിനോട് സംസാരിക്കുന്നത് വരെ, യേശു കർത്താവിനെ ഭവനത്തിൽ സ്വീകരിക്കുന്നത് വരെ സക്കായിയുടെ ജീവിതത്തിനകത്ത് സമാധാനം
സമാധാനമില്ലായിരുന്നു, സക്കായുടെ ജീവിതത്തിനകത്ത് സന്തോഷമില്ലായിരുന്നു എന്ന് ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വൈകലേ അത് ലഭിച്ചത് യേശു കർത്താവിനെ സ്വീകരിച്ചപ്പോൾ മാത്രമല്ല, അവൻ ഉചിതമായ തീരുമാനമെടുത്തപ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. അത് നമുക്ക് മനസ്സിലായിരുന്നു തോന്നുന്നു. നിങ്ങൾക്കെന്നല്ല, നമുക്ക് യേശു കർത്താവിനെ സ്വീകരിച്ച സമാധാനം കിട്ടണ്ടേ? ഇന്ന് യേശു കർത്താവിനെ സ്വീകരിച്ചിട്ട് സമാധാനം കിട്ടാത്ത എത്ര പേരുടെ ഉണ്ട്? ഇവിടെ നിന്നല്ല, എത്ര പേര് നമ്മുടെ ആദ്യ ലോകത്തുണ്ട്? സമാധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയും, ഒരു സമാധാനവും ഇല്ല. എന്താ? ആമേൻ. നമ്മൾ വിട്ട് കളയാനുള്ളത് വിട്ട് കളയാത്തത് കൊണ്ട്. ചിലപ്പോൾ പിണക്കമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അസൂയായിരിക്കാം, ചിലപ്പോൾ പരാതികളായിരിക്കാം. ഏറ്റവും വലിയ അപകടകരമാണ് പിറുപുറപ്പ്. തന്നില്ല, മിണ്ടിയില്ല, ചിരിച്ചില്ല. ഇതൊക്കെ ഏറ്റവും വലിയ തെറ്റാണ്. നമുക്ക് സമാധാനമില്ലാത്ത ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പരാതികൾ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്യന്റെ ഒരു 10 പിടി മണ്ണ് നമുക്ക് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകും. നമ്മൾ കിടക്കുമ്പോഴെല്ലാം ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞ് നോക്കും. പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോ നമ്മൾ മനസ്സിലാകും, ഞാൻ ചെയ്തെല്ലാം പല കാര്യങ്ങളും തെറ്റായിരുന്നു. നമ്മൾ ആരോടും ക്ഷമ പറയാൻ പറ്റുമോ? ആള് മരിച്ചുപോയി. ആള് മരിച്ചുപോയി. ഞാൻ ആരോട് ക്ഷമ പറയും? എനിക്ക് ഒരാളോട് ക്ഷമ പറയാൻ കിടക്കാം, ഞാൻ ബെഡേ കിടക്കാം, മരിക്കാൻ കിടക്കാന്ന് വെച്ചോ. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞാൻ ക്ഷമിക്കാത്ത, അല്ലെങ്കിൽ ഞാൻ ക്ഷമ പറയാത്ത, ഞാൻ നിരപ്പ് പ്രാപിക്കാത്ത ഒരു വ്യക്തി ഉണ്ടെന്ന് വെച്ചോ, അദ്ദേഹം മരിച്ചുപോയി. ഞാൻ മരണക്കിടക്കെ കിടക്കുക, ആരോട് ക്ഷമ പറയും? കുമ്പസാരിക്കാൻ പറ്റുമോ? അങ്ങനെ വാമോചനം കിട്ടുവാണെങ്കിൽ പിന്നെ വേണ്ടിയല്ല. സമാധാനത്തോടെ നമ്മളൊന്ന് ഈ ലോകത്തിൽ നിന്ന് പോകണമെങ്കിൽ നമ്മുടെ ജീവിതം ക്ലിയർ ആയിരിക്കണം. വ്യക്തിബന്ധങ്ങൾ നമ്മൾ വളരെ നന്നാക്കണം. വ്യക്തിബന്ധങ്ങളിൽ നമുക്ക് ആരോടും ഒരു പിണക്കം ഉണ്ടാകരുത്. സമാധാനത്തോടെ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് പോകണമെങ്കിൽ യേശു കർത്താവിനെ സ്വീകരിച്ചപ്പോഴല്ല അവന്റെ ജീവിതത്തിൽ സമാധാനം പൂർണ്ണ അളവിൽ ലഭിച്ചത്. അവൻ പിടിച്ചു പറിച്ചതെല്ലാം തിരിച്ചു കൊടുക്കാൻ അവൻ തീരുമാനമെടുത്തപ്പോഴാണ് അവന്റെ ജീവിതത്തിനകത്ത് സന്തോഷവും സമാധാനവും ലഭിച്ചത്. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. അവന്റെ രക്ഷ അവന്റെ കുടുംബത്തിനകത്ത് മാറ്റം കൊണ്ടുവന്നു. ഞാൻ ആ വാക്യമൊക്കെ എടുത്ത് സംസാരിക്കാൻ നമുക്ക് പറ്റുകയില്ല. അവനെ പിടിച്ചു പറിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിലുള്ള പുറപ്പാട് പുസ്തകം 22:1, പുറപ്പാട് പുസ്തകം 22:4-7, ലേവ്യ പുസ്തകം 6:5 ഒക്കെ അവൻ എങ്ങനെ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നതിനേക്കാൾ ഇരട്ടിയായിട്ടാണ് സക്കായി ഇതെല്ലാം തിരിച്ചു കൊടുത്തത്. ഒരു പേരിന് വേണ്ടിയിട്ട് കണക്കനുസരിച്ച് അമ്മ തന്റെ ഹൃദയം തൽക്കാലം ഉണ്ടാകുന്ന ഒരു സംതൃപ്തി നോക്കിയിട്ടല്ല സക്കായി എന്ത് ചെയ്തത്? തിരിച്ചു കൊടുത്തത്. വേണമെങ്കിൽ പറയാം, എല്ലാം ഞാൻ പ്രമാണം അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. പ്രമാണം അനുസരിച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് നോക്കേണ്ട പ്രമാണമല്ലോ, ബാക്കിയൊക്കെ എന്റെ കയ്യിലുണ്ടല്ലോ. അതിനേക്കാൾ അപ്പുറത്തായി അവന് ലഭിച്ചതിന്റെ പകുതി പങ്ക് അവൻ ലഭിച്ച് ദരിദ്രന്മാർക്ക് വേണ്ടി കൊടുപ്പാൻ അവൻ തയ്യാറായി. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പൈതലേ, സക്കായിയുടെ മാനസാന്തര അവന്റെ കുടുംബത്തിനകത്ത് മാത്രമല്ല സന്തോഷം കൊണ്ടുവന്നത്, അവന്റെ കൂടെയുള്ള അനേക ദരിദ്രന്മാർക്ക്, സമൂഹത്തിലെ സാധാരണപ്പെട്ട ദരിദ്രന്മാർക്ക് സന്തോഷത്തിന് കാരണമായി തീർന്നു. കരങ്ങൾ അടിച്ചത് സ്തോത്രം ചെയ്താട്ടെ. നാളുകളാ ജപ്തി ഭീഷണിയിൽ കിടന്ന ചിലര്, ജപ്തി ഭീഷണി കിടന്ന ചിലര്, അവരുടെ ജീവിതത്തിനകത്ത് സന്തോഷമുണ്ടായത്. പട്ടിണി കിടന്ന ചില കുഞ്ഞുങ്ങളുണ്ട്, പട്ടിണി കിടന്ന ചിലരുണ്ട്. അവരുടെ വീട്ടിനകത്ത് കഞ്ഞി വെക്കാൻ തുടങ്ങിയത് സക്കായി മാനസാന്തരപ്പെട്ടപ്പോ മുതലാ. അവന്റെ
വീട്ടിനകത്തോ അവന്റെ പള്ളിയിൽ മാത്രം ഒതുങ്ങുന്നില്ല, ആ സമൂഹത്തിലേക്ക് അവന്റെ മാനസാന്തരം വ്യാപരിച്ചു. കരങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. ആമേൻ ആമേൻ. അവന്റെ മാനസാന്തരം വീട്ടിനകത്ത് ആമേൻ കഞ്ഞി വേകാനില്ലാതെ, അരി വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാ വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കുക, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് അവൻ മക്കളവർക്ക് നോക്കുന്നതുമില്ല, മക്കളൊട്ടും ശ്രദ്ധിക്കുന്നതുമില്ല, ആരും വന്നിട്ട് എന്താണ് വീട്ടിലെ പ്രശ്നമെന്ന് ചോദിക്കുന്നതുമില്ല, കഞ്ഞി വെച്ചോന്ന് ചോദിക്കുന്നതുമില്ല. അങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുമ്പോഴാ വീട്ടിലേക്ക് അരിയും സാധനങ്ങളുമായിട്ട് വരുന്നത്. ഒരു ജോലിക്കാരൻ വന്നിട്ട് ഈ ചാക്ക് കൊണ്ടിരിക്കുന്നു, ഈ ഒരു മാസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ. സക്കായിക്ക് എല്ലാവരും കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് എവിടുന്നാ? അപ്പൊ സക്കായി വന്നാണ് പറയാ, സക്കായി മാനസാന്തരപ്പെട്ടു. അപ്പൊ സക്കായി മാനസാന്തരപ്പെട്ടെന്ന് പറയുമ്പോൾ വിശ്വാസമില്ലാത്ത ആൾ ഒരു സ്തോത്രം പറയും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സക്കായിയുടെ മാനസാന്തരം ഒരുപാട് ദരിദ്രന്മാർക്ക് അനുഗ്രഹമായി മാറി. കാര്യങ്ങൾ ഉയർത്തുന്ന സ്തോത്രം ചെയ്താട്ടെ. നമ്മൾക്ക് നമ്മുടെ മാനസാന്തരം അനേകർക്ക് അനുഗ്രഹമായി തീരണം. അനേകരുടെ ചിരിക്കാത്ത മുഖങ്ങൾ ചിരിക്കാൻ കാരണമാകണം. നമ്മുടെ മാനസാന്തരത്തില് അനേകർ ചിരിക്കാത്ത ചില മുഖങ്ങളുണ്ട്. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്, ഒരിക്കൽ പോലും ചിരിക്കാത്ത ആളുകളെ. പക്ഷെ എപ്പോഴാണ് അവർ ചിരിച്ചെന്നറിയാമോ? അവരുടെ ജീവിതത്തിലേക്ക് ജപ്തി നടപടി ഒന്ന് മാറി, അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം വന്ന് കർത്താവ് അനുവദിച്ചാൽ ഇന്ന് സെക്കൻഡ് ഹാൻഡ് ഓട്ടോ ഒരാൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണ്. ഇനി മുതൽ അവരുടെ കുടുംബത്തിൽ അവര് അതിനകത്ത് കച്ചവടം ചെയ്ത് അവർ ഉപജീവനം കഴിച്ചു. നമ്മൾ വൈകുന്നേരം പോയി വാങ്ങിച്ചു കൊടുക്കാൻ പോവുകയാണ്. 2 ദിവസമായി, പക്ഷെ സമയം കിട്ടിയിട്ടില്ല. ആമേൻ. ആ പൈസ എന്റെ കൈവശം ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. ആമേൻ. അദ്ദേഹത്തിന്റെ ഭാര്യയെ ഡയാലിസിസ് ചെയ്യാൻ വണ്ടിയില്ല. ഇപ്പൊ 2 കാര്യം നടക്കും. ഭാര്യ ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുപോവുകയും ചെയ്യാം. ആ ഓട്ടോയ്ക്കകത്ത് അവർ മീൻ കച്ചവടം നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മീൻ കച്ചവടം നടത്തി അവർക്കൊരു ഉപജീവന മാർഗവും ആകും. ഒരു ഓട്ടോ ഒരു അങ്കിള് സ്പോൺസർ ചെയ്യുന്നതാണ്. കരങ്ങളിൽ സ്തോത്രം ചെയ്താണ്. അമേരിക്കയിൽ ഒരു അങ്കിള് സ്പോൺസർ ചെയ്യുന്നതാണ്. അമേരിക്ക കിടക്കുന്ന അങ്കിളിന് അദ്ദേഹത്തിന്റെ വീട്ടില് ഒരു ഉപജീവന മാർഗം ഉണ്ടാക്കി കൊടുക്കണമെന്ന് എന്താ ആഗ്രഹം വന്നത്? ഈ മാനസാന്തരം. കരങ്ങളിൽ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ആ അങ്കിള് അദ്ദേഹത്തെ കണ്ടിട്ടില്ല, അവിടെ കുടുംബത്തെ കണ്ടിട്ടില്ല, ഞാനുമായിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ വിഷയമെടുത്ത് വീഡിയോ എടുത്ത് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം ആദ്യം ഒരു 40,000 രൂപ അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ആദ്യം അയച്ചു കൊടുത്തു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, അവിടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടിയാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു കച്ചവടം ചെയ്യാം. അത് അങ്കിളുമായിട്ട് സംസാരിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു, എങ്കിലും ഓട്ടോ വാങ്ങിക്കാനുള്ള പൈസ ഞാൻ തരാം, എത്രയാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ചെന്നപ്പോഴാണ് അന്വേഷിച്ചപ്പോഴാണ് 80,000 രൂപ കൊടുത്താൽ ഒരു ഓട്ടോറിക്ഷ കിട്ടും. അത് അങ്കിളിനെ അറിയിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞു, ഞാൻ പൈസ അയച്ചു തരാം. ഞാൻ പറഞ്ഞു, വേണ്ട അങ്കിളെ, അത് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട് മാത്രം പൈസ അയച്ചാൽ മതി. അങ്ങനെ കാര്യങ്ങൾക്കെല്ലാം ഒരു ക്രമീകരണം വന്നപ്പോൾ മെനിഞ്ഞാന്ന് അവരുടെ അക്കൗണ്ടിൽ 80,000 രൂപ വന്നു. മാത്രമല്ല ആ കൊച്ചിനെ പഠിപ്പിക്കാനുള്ള ഒരു സാമ്പത്തിക സഹായം, മുടങ്ങിക്കിടന്ന വിദ്യാഭ്യാസം തുടങ്ങാനുള്ള ഒരു നന്മയും അങ്ങൾ അയച്ചു കൊടുത്തു. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. എന്താണ് പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മജീവിതത്തിൽ വരുന്ന മാനസാന്തരം അനേകർക്ക് നന്മയായി മാറും. കരയുന്നവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ, നിരാശപ്പെട്ടവരുടെ നിരാശ മാറുവാൻ, വേദനിക്കുന്നവരുടെ മനസ്സ് മാറുവാൻ കർത്താവ് നമ്മുടെ മാനസാന്തരം മറ്റുള്ളവർക്കുള്ള ഒരു നന്മയ്ക്ക് കാരണമാക്കി തീർക്കണം. നമുക്ക് അപ്പോഴെ കർത്താവ് പറഞ്ഞത്, ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. ഒത്തിരി പറയാനുണ്ടെങ്കിൽ വിടുക. ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് സക്കായിയുടെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അന്യായമായി വഞ്ചിച്ചെടുത്ത വസ്തുവകകൾ പോലും കർത്താവിന്റെ അധികാരത്തിന് വിട്ടുകൊടുത്തു. ഒന്നുകൂടെ ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. കർത്താവ് നമ്മുടെ സമാധാനമാണ്. ഇരുപക്ഷത്തെയും വേർപാടിനെ നടിച്ചു മാറ്റി
ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്ത നമ്മുടെ കർത്താവ് എഫേസ്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ നമുക്ക് സമാധാനമാണ്. നമ്മുടെ സമാധാനം നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ മാത്രം പോരാ, ജലത്തിൽ സ്നാനപ്പെട്ടാൽ മാത്രം പോരാ. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ കർത്താവായി, നമ്മുടെ വസ്തുക്കളുടെ മുഴുവൻ കർത്താവായി, നമ്മുടെ കർത്താവായി, നമ്മുടെ ഭവനത്തിന്റെ കർത്താവായി നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാകും. മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടാകും. മറ്റുള്ളവരെ കരുതുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ടാകും. നമ്മൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ, നമ്മൾ കഴിച്ച ബിരിയാണിയുടെ സ്വാദൊന്നും അന്ന് ഉണ്ടാകില്ല. ഒരു ഭക്ഷണം പോലെ ഇറക്കാൻ പറ്റാതായിരിക്കും കിടക്കുന്നത്. വെള്ളം മാത്രം നാലിങ്ങനെ ചുറ്റി കിടക്കുമ്പോഴായിരിക്കും നമ്മൾ കിടക്കുന്നത്. അന്നേരം നമ്മൾ അന്ന് ഹോട്ടലിൽ കയറിയ ഹോട്ടലിന്റെ പേരൊന്നും നമുക്ക് ഓർമ്മ വരില്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് കഴിച്ച ബിരിയാണിയുടെ ടേസ്റ്റും പൊറോട്ടയുടെ ഓർമ്മയൊന്നും നമുക്ക് വരില്ല. എത്രയോ ലക്ഷക്കണക്കിന് രൂപ നമ്മൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഭക്ഷണം കഴിച്ചും മീൻ വാങ്ങിച്ചും ബീഫ് വാങ്ങിച്ചും ഒക്കെ നമ്മൾ എത്രയോ ലക്ഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വർഷം നമ്മുടെ ജീവിതകാലം മുഴുവൻ നോക്കുമ്പോൾ എത്ര കോടിക്കണക്കിന് രൂപ നമ്മുടെ കൈകളിലൂടെ കയറി ഇറങ്ങിപ്പോയി എന്നത് നമുക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മുടെ ഏറ്റവും അവസാനത്തെ സമയം നമ്മൾ കിടക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, മത്തിരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച, കർത്താവിന് വേണ്ടി ജീവിച്ച, കർത്താവിന് വേണ്ടി നിന്നതിൻ്റെ ആ വലിയ സമാധാനവും സന്തോഷവും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇവിടെയുള്ള സഹോദരിമാരിൽ പലരും ചർച്ചിൽ വന്ന് അവർക്ക് സമയമില്ലെങ്കിൽ, അവർക്ക് ശാരീരികമായ സുഖമില്ലെങ്കിലും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ അതെല്ലാം ദൈവം നമ്മുടെ കർത്താവ് കാണുന്നു. നിങ്ങൾ ശരീരത്തിന് ക്ഷീണമാണ്, നടുവേദനയാണ്. പക്ഷെ നിങ്ങൾക്ക് സഭയ്ക്ക് വേണ്ടി വന്ന് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവം അത് കാണുന്നു. അത് പാസ്റ്റർക്ക് വേണ്ടിയിട്ടോ സഭയ്ക്ക് വേണ്ടിയിട്ടോ അല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രതിഫലം. കർത്താവ് ജീവിച്ചിരിക്കുന്നെങ്കിൽ, ജീവനുള്ള കർത്താവ് ഇന്ന് ജീവിച്ചിരിക്കുന്നുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന് നീതിയുള്ള ഒരു പ്രതിഫലം നമുക്ക് നമ്മുടെ തലമുറയ്ക്കും ഉണ്ടാകുന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ കർത്താവിനാണ്. നിങ്ങളിവിടെ വരുന്നതും രാവിലെ വരുന്നതും ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഓർത്ത് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിനെ എപ്പോഴും സ്തോത്രം ചെയ്യുന്നു.